അപ്പം അന്ന് ക്രിസ്ത്യൻ പള്ളിയാണ് ഷൂട്ട് ചെയ്യുന്നത് ഈ സിനിമയിൽ. ഒരു മരണത്തിൻ്റെ സൂചനയായി ഒരു മണിയടിക്കുന്ന ഷോട്ടാണ് സംഭവിച്ചു. ഇത് ഷൂട്ടിംഗ് മുടക്കണ്ട, ഞാൻ പൊക്കോളാം. അപ്പോൾ അവർ ഇല്ല, നമുക്ക് എന്തായാലും 2-3 ദിവസം ഇവിടെ നിർത്തി വെക്കാം. ഒരു മനുഷ്യൻ മരണത്തിനെ മുന്നിൽ കാണുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു സിനിമയാണ്. അത് തൻ്റെ മകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. അതാണ് ഈ സിനിമ. ഇപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടൻ്റെ വേർപാട് ഏറ്റവും വലിയൊരു വേദന ആക്കുന്നതാണ്. സോ നമ്മുടെ ഫാദർ, അതിനെക്കുറിച്ച് പറയാൻ മനസ്സ് ഓക്കെ ആണോ? എങ്ങനെയാ അത്? അല്ല, എനിക്ക് തോന്നുന്നു ഫിലിം ചെയ്യുന്ന സമയത്ത് എന്തോ 3-ാമത്തെ ദിവസം ഒരു ചെറിയൊരു സ്റ്റോറി കേട്ടായിരുന്നു. പറയാൻ അങ്ങനെ ആളുകളുമായിട്ട് വലിയതായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചില്ല. ഇപ്പോൾ നേരത്തെ നിങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ ആ സമയത്ത് എന്തോ ഒരു പ്രയോഗം വന്നതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. എനിക്ക് ഒരുപക്ഷെ എല്ലാവരും പോലെ തന്നെ അതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ വാപ്പയെ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം, എൻ്റെ വാപ്പ വലിയ കലാകാരനായിരുന്നു, അതിനേക്കാൾ ഒരു ധീരനായൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു, വലിയ തലയെടുപ്പുള്ള പ്രദേശത്ത് വലിയ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച ഒരാളായിരുന്നു എന്നൊക്കെ പറയുന്നതിന് എനിക്ക് വലിയ അഭിമാനമുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഇപ്പം എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പക്ഷേ മുസ്ലിം സമുദായത്തിനകത്തൊക്കെ തന്നെ ഈ കലയെയും സാഹിത്യത്തെയും ഒക്കെ ആ രീതിയിൽ കാണുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട്, ഒരുപക്ഷെ എൻ്റെ വാപ്പയുടെ കാലം എന്ന് പറയുന്നത് എന്നേക്കാൾ പഴയതാണ്. അപ്പോൾ ആ കാലത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുക, ഇന്ന് നമ്മൾ വലിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മകനായിരിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ 9ാമത്തെ വയസ്സിൽ ബാലനടനായിട്ട് ഈ രംഗത്ത് വന്നതാണ്. ബാലനടനായി അന്നത്തെ കാലത്ത് 25 രൂപ പ്രതിഫലം മേടിക്കുന്ന ഒരാളാണ്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ എപ്പോഴും ഞാൻ സഞ്ചരിക്കുന്നത് കലയിലൂടെയാണ്. അതെ, വാപ്പ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്, വാപ്പ നാടകൃത്തായിരുന്നു. പക്ഷെ ഒരുപക്ഷെ മകനിലേക്ക് എത്തി, മകൻ വലുതായി കഴിയുമ്പോൾ നിശബ്ദനായൊരു വാപ്പയും എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല. അപ്പം അതിൽ ഒരു നാടകകൃത്ത് ഉണ്ടാവുകയെ തൻ്റെ കുടുംബത്തിൽ തന്നെ സ്വന്തം രക്തത്തിൽ മകൻ നാടകകൃത്ത് എന്ന് അടയാളപ്പെടുത്തുന്നു. അതൊരു പക്ഷെ എൻ്റെ ഒക്കെ ഒരു 20, ഞാനിപ്പോൾ ഇപ്പം നമ്മുടെ ഇതിൻ്റെയൊക്കെ തന്നെ വലിയ കൂട്ടായ്മയിൽ കൂടെ ഇരിക്കുന്ന സജീഷം ഡിസൈൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും നല്ല ഡിസൈനിങ് വർക്ക് ചെയ്തു. ഇപ്പോൾ സിനിമ സ്വതന്ത്ര സംവിധായകനാകാൻ പോകുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ചെയ്തിട്ടുള്ള സജീഷ് തന്നെ, സജീഷ് എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് എനിക്കറിയാം സിനിമയിൽ. പക്ഷേ ഈ സമീപകാലത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഫംഗ്ഷന് എന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് അതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോവാണ്. എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ എഴുതിയ നാടകം പകർത്തി എഴുതിയ ആളാണ് ഞാൻ എന്ന് പറയുന്ന ഒരാൾ, സജീഷം ഡിസൈൻ എന്ന് പറയുന്ന ഒരാൾ. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പറയാൻ വേണ്ടി പറയുന്നില്ല. എൻ്റെ വാപ്പയുടെ വലിയൊരു ആഗ്രഹം തന്നെയാണ് എൻ്റെ മകൻ തൻ്റെ പാത പിന്തുടരുന്ന ആളാണ്. അപ്പം ആ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു മകൻ കടന്നു വരുമ്പോൾ ആ മകൻ വളരട്ടെ എന്നോർത്ത് അദ്ദേഹം അത്തരം പ്രവർത്തനങ്ങളിൽ നിശബ്ദത പാലിക്കുന്നുണ്ട് ചില ഘട്ടങ്ങളിലൂടെ. അങ്ങനെ പക്ഷെ സഞ്ചരിക്കുന്നതെല്ലാം അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഞാൻ ആദ്യമായി എനിക്ക് കേരള സംഗീത നാടക അക്കാദമി 2019 അവാർഡ് വന്നു. ഞാൻ അവാർഡ് ഏറ്റുവാങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്ത് എൻ്റെ വാപ്പക്കാണ്. അന്ന് വാപ്പ വീട്ടിൽ വിശ്രമ ജീവിത സമയത്താണ്. ഒരുപക്ഷെ ആ പഴയ ആളുകൾ ലഭിക്കാത്തത് നമ്മളത് പകർന്നു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ സിനിമ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എൻ്റെ വാപ്പയുടെ ആശീർവാദമുണ്ട്. സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, സിനിമ തുടങ്ങുന്നുണ്ട്. പക്ഷെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് അദ്ദേഹം ആശുപത്രിയിലായി. പക്ഷെ 3 ദിവസം ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴും എന്നെ അറിയിച്ചിട്ടില്ല. അപ്പം എന്നെ അറിയിക്കേണ്ട, ഷൂട്ട് മുടങ്ങും എന്നുള്ളതുകൊണ്ട് അറിയിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ആ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വൈകുന്നേരം
ഇപ്പോൾ ഞങ്ങളുടെ സുധീഷ് ചേട്ടനാണെന്ന് തോന്നുന്നു, നമുക്ക് നിർത്താം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ശരി, നമുക്കൊന്ന് തൽക്കാലം എന്ത് മതി. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞല്ല നിർത്തണ്ട, നമുക്ക് തുടങ്ങാൻ കാര്യങ്ങൾ നടക്കല്ലേ എന്ന് പറഞ്ഞു. സാർക്ക് അറിയില്ലല്ലോ. അല്ല, എനിക്കറിയില്ല. അപ്പോഴും പിന്നീട് എന്നോട് കാര്യം പറഞ്ഞു. അപ്പം അന്ന് ക്രിസ്ത്യൻ പള്ളിയാണ് ഷൂട്ട് ചെയ്യുന്നത് ഈ സിനിമയിൽ. ഒരു മരണത്തിൻ്റെ സൂചനയായി ഒരു മണി അടിക്കുന്ന ഷോട്ടാണ് ആണോ? മണി അടിക്കുന്ന ഷോട്ട് എടുക്കണം. ഒരു ഡെസ്ക് എഫക്റ്റാണ്, ഡെസ്ക് മൂഡാണ് അതിൽ. അപ്പം ഞാൻ പറഞ്ഞു അതെടുക്കണം, എടുത്ത് സമയം പോയല്ലേ, സൂര്യൻ നിൽക്കില്ല. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സംഭവിച്ചു, ഇത് ഷൂട്ടിങ് മുടക്കണ്ട, ഞാൻ പൊക്കോളാം. അപ്പോൾ അവർ ഇല്ല, നമുക്ക് എന്തായാലും 2-3 ദിവസം നിർത്തി വെക്കാം. ആ ദിവസം സാറിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ഒരു ഷൂട്ട് എടുക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ബാഡായിട്ട് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഒന്നുമില്ല. മരണമെല്ലാം സംഭവിച്ചേ പറ്റുള്ളൂ. തീർച്ചയായും സംഭവിച്ചേ സമയമാകുമ്പോൾ. അപ്പം എനിക്ക് അറിയാവുന്നതും ഞാൻ വിശ്വസിക്കുന്നതുമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരണത്തിനെ മുന്നിൽ കാണുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു സിനിമയാണ്. അത് തൻ്റെ മകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. അതാണ് ഈ സിനിമ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറിൻ്റെ ആ ഒരു വാക്കുകളെല്ലാം. അദ്ദേഹം വളരെയധികം ഇതെല്ലാം സംഭവിക്കണം. അതെ, എനിക്ക് തോന്നുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അന്നത്തെ ഒരു ഞങ്ങൾ തമ്മിൽ പിന്നെ കാണുന്നത്. പൊട്ടിക്കരഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ഉള്ള ഒരു ഇതുണ്ട്. എനിക്കിപ്പോഴും അത് മനസ്സിൻ്റെ ഉള്ളിൽ ആ വേദന. ബാപ്പയ്ക്ക് മോനെന്ന ഇതിൽ കുറേ നല്ല മുഹൂർത്തങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ബാപ്പ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ എത്തി അല്ലേ? അപ്പോൾ ആ ഒരു സമാധാനം മനസ്സിലുണ്ടാവുമല്ലോ. വലിയ രീതിയിലല്ല എങ്കിൽ പോലും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമായി. ഇപ്പം അവിടെ പറഞ്ഞുകൊണ്ട് പറയല്ല, എന്നോട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി നീ പോയി ഒരു സിനിമ എഴുതടാ എന്ന് പറഞ്ഞത് എൻ്റെ വാപ്പയായിരിക്കും നിങ്ങളൊരു വിഷയം പറയും. പക്ഷെ എന്നോട് പറഞ്ഞ മമ്മൂട്ടിയാണ്. മമ്മൂക്കയാണ് എന്നോട് പറഞ്ഞത് നീ പോയി ഒരു തിരക്കഥ എഴുതണം. പക്ഷെ മമ്മൂക്കക്ക് പറ്റി എഴുതാൻ പറ്റിയ തിരക്കഥ എനിക്കിപ്പോഴും മനസ്സിൽ വന്നിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ. ഞാൻ എൻ്റെ 2ാമത്തെ സിനിമ വരുമ്പോൾ ഞാൻ എഴുതിയത് തന്നെയാണ് 2 സിനിമകൾ. പക്ഷെ എൻ്റെ ആദ്യത്തെ ഡയലോഗ് പറഞ്ഞ മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ ഈ നാഷണൽ അവാർഡ് കിട്ടിയ കുട്ടിസ്രാങ്ക് എന്ന് പറയുന്ന സിനിമ PF മാത്യൂസും ഹരികൃഷ്ണനും ചേർന്ന് എഴുതിയ സിനിമ. ഞാനതിൽ ഷാജൻ കരുൺ സാറിൻ്റെ സഹായിയാണ്. ആ സിനിമയിൽ പത്മപ്രിയയുടെ വീട്ടിൽ ചവിട്ടുനാടകത്തിലെ റോൾദാൻ വേഷത്തിൽ മമ്മൂക്ക വരുന്നൊരു സീനുണ്ട്. അപ്പോൾ സീൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഷാജി സാറ് ഇപ്പോൾ ഈ പടത്തിനുള്ള സുധീഷ് ഗോപാലകൃഷ്ണൻ തന്നെയാണ് ആ സിനിമയ്ക്കും ചീഫ്. സുധീഷ് എന്നോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇവിടെ മമ്മൂക്ക വരുമ്പോൾ ഒന്നും പറയാതെ നമുക്ക് അവതരിപ്പിക്കാൻ ചിലപ്പോൾ പറ്റില്ല. നിങ്ങൾ ആ സിനിമ എടുത്ത് നോക്കി അറിയാം. മമ്മൂക്കയുടെ ഏറ്റവും സുന്ദരമായൊരു രൂപമാണ് റോൾദാൻ വേഷത്തിൽ, ചവിട്ടാണത്തിൻ്റെ വേഷത്തിൽ മമ്മൂക്ക ഒരു പാടവരമ്പിൽ കൂടി ഇങ്ങനെ പത്മപ്രിയയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ സുധീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് സൈറായിട്ട് ആലോചിച്ചിട്ട് ഞാൻ വരാമെന്ന്. സുധീഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു ഷാജി സാർ പറഞ്ഞു നമുക്ക് അവിടെ എന്തെങ്കിലും കുറച്ച് ഡയലോഗ് ചെയ്യും. അങ്ങനെ ഒരു പാരഗ്രാഫ് ഡയലോഗ് ആ കാരണം എഴുതുന്നത് ഞാനാണ്. അത് എഴുതുന്നു, ഷാജി സാർ അതിന് മതി എന്ന് പറയുന്നു. അത് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഓക്കെയാണ്. മലയാള സിനിമയിൽ എൻ്റെ ആദ്യത്തെ ഡയലോഗ് പറഞ്ഞത് മമ്മൂക്കയാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് വെറും ബുജു പറയണമെന്ന് പറയും ചിലപ്പോൾ. പക്ഷെ അതല്ല, PF മാത്യൂസിൻ്റെയും ഹരികൃഷ്ണനും അവകാശപ്പെട്ടതാണത്. പക്ഷെ നമ്മൾ ഒരു സിനിമയുടെ ഒപ്പം സഞ്ചരിക്കുന്നവരായതുകൊണ്ട് സിനിമയിൽ സംവിധാന സഹായികളായിട്ട് സഞ്ചരിക്കുന്നവർ പലതും ചെയ്യേണ്ടതുണ്ട്. സിനിമ ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇവൻ മേഘരൂപൻ എന്ന് പറയുന്ന സിനിമ നടൻ പി ബാലേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ്. രാജീവ് രൂപ ആയിരുന്നു ഇതിൻ്റെ ക്യാമറ. ഒരു റെയിൽവേ ട്രാക്കിൽ എല്ലാം ഇട്ടിട്ട് അവിടെ നിന്നൊരു സ്വാതന്ത്ര്യ സമര ജാഥ കടന്നു വരുന്നതാണ് ഷൂട്ട് ചെയ്യേണ്ടത്. എല്ലാവരും വെയിലത്ത് നിന്നുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ജാഥ അതിൽ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ആളും ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യതയിലേക്ക് വരുന്നില്ല, സമയം പോയിക്കൊണ്ടിരിക്കുക. അവസാനം ബാലേട്ടനാണ് എന്നോട് പറയുന്നത് നീ ഒരു മുണ്ടുഷട്ടന്മാരെ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. രാജീവേട്ടനും എന്നോട് പറഞ്ഞ് നിൽക്കുന്നു പറഞ്ഞു. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിന്നിട്ടാണ് ആ ജാഥ നയിച്ചു. അപ്പം എൻ്റെ മുഖം കാണണ്ടല്ലോ എന്ന് ഞാൻ
രാജീവരൻ അത് കുഴപ്പമില്ല, നമുക്കത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ നിന്ന് പോകുന്നു. അതായത് ബാലേട്ടൻ്റെ പടത്തിൽ ഞാനില്ല, പക്ഷേ ഞാനാണ് ആ നീണ്ട ജാഥ നയിക്കുന്നത് ഞാനാണ്. പക്ഷെ അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ആ ഷോട്ട് എടുക്കാൻ പറ്റിയത്. പക്ഷെ ആ ബാലേട്ടൻ തന്നെ, ബാലേട്ടൻ നമ്മോടൊപ്പം ഇല്ല. ആ ബാലേട്ടൻ നാഷണൽ കിട്ടിയ ആർ ശരത് സാറിൻ്റെ ഒരു പടമുണ്ട്, ബുദ്ധനും ചാപ്പിളിനും ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ പി ബാലേന്ദ്രൻ ഒരു ഡയറക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. അന്ന് ഞാൻ ആ സിനിമയിൽ ശരത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമ സംവിധായകനൊരു സഹസംവിധായകൻ വേണം. അപ്പോൾ ഒരാളെ നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഞാൻ ബാലേട്ടൻ വിളിച്ചിട്ട് ഞാൻ അയാളൊന്നും വേണ്ട, അവൻ നിന്നു പോയി, സഹീർ നിന്ന് പോയി, അവൻ തന്നെ നിന്ന് പോയി. അപ്പോൾ ആ ക്യാരക്ടർക്ക് ഒരു പേരുണ്ട്. അപ്പോൾ ആ പേര് പോലും പറയാതെ ബാലേട്ടൻ എൻ്റെ പേരെ വിളിക്കുകയുള്ളായിരുന്നു. ആ സിനിമ ഇപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ വല്ല യൂട്യൂബിലൂടെ കിടപ്പുണ്ടാവും. അങ്ങനെ ശരിക്കും ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പി ബാലേന്ദ്രൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ പി ബാല ആ സിനിമയിൽ ആർ ശരത് സാറിൻ്റെ പടത്തിൽ ഞാൻ എൻ്റെ പേരിൽ തന്നെ സിനിമാ സഹസംവിധായകനായിട്ട് അഭിനയിക്കുന്ന ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. വേറൊരു സംഭവമുണ്ട്, വളരെ ഒരു ന്യൂസ് ഞാൻ കേട്ടിരുന്നു, നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ. ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടർ വെച്ചാൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ഹ്രസ്വചിത്രം എന്ന് പറയുന്നത് പെരുമ്പറ എന്ന് പറഞ്ഞ, അത് ഒരു ദേശീയ പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ഇതാണ്. അല്ല, ഇന്ദ്രൻസ് ചേട്ടൻ കോമഡി ആർട്ടിസ്റ്റ് നിന്ന് വേറൊരു വേഷം പറ്റുന്നുള്ളൊരു കാണിച്ചത് സാറല്ലേ? അത് എൻ്റെ ഷോർട്ട് ഫിലിമിലാണ് ഫസ്റ്റ് ടൈം ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. എനിക്ക് പ്രേക്ഷകർക്ക് അത്രയും അറിയില്ല. അല്ല, അദ്ദേഹം കോമഡി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രേക്ഷകർക്ക് ഇപ്പോഴും അറിയില്ല. അത് എനിക്കോ അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടനോ അല്ലെങ്കിൽ പട്ടം റഷീദിക്കാണ് എൻ്റെ മേക്കപ്പ്. പുള്ളിക്ക് എം ജെ രാജേട്ടൻ മരിച്ചുപോയി, പുള്ളിയാണ് ക്യാമറ. അപ്പൊ അവർക്കേ അറിയുള്ളൂ. നമുക്ക് ഇന്ദ്രൻ ചേട്ടനെ വെച്ചിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ, അങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ കൈയൊക്കെ മുടക്കി വെച്ച് ഒരു നരയൊക്കെ ഇട്ട ക്യാരക്ടറായിട്ട് ആദ്യമായി ചെയ്യുന്നു. പക്ഷെ അത് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ ഇന്ദ്രൻ ചേട്ടൻ ഒരു പടം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മറന്നിട്ടില്ല, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. വരണി കൂടെ വരാം, ഞാനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ